ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസൻസ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. നമസ്കാരം. പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷെലീൻ പൊയ്യാറ. ഇന്ന് ഒക്ടോബർ 8 വ്യാഴാഴ്ച. കോവിഡ് ബാധിച്ച ഒമാനിൽ മരണപ്പെട്ടവർ 1000. GCC മരണനിരക്കിൽ 1000 ഉയരുന്ന രണ്ടാമത്തെ രാഷ്ട്രം. മരണപ്പെട്ടവരിൽ 27 മലയാളികൾ ഉൾപ്പെടെ 257 വിദേശികൾ, 743 സ്വദേശികളും. മരണപ്പെട്ടവരിൽ കൂടുതലും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. മാർച്ച് 31-ന് 72 വയസ്സുള്ള സ്വദേശിയാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ആദ്യത്തെയാൾ. ഏപ്രിൽ 4-ന് മറ്റൊരു സ്വദേശി പൗരനും മരണപ്പെട്ടു. രാജ്യത്തെ മൂന്നാമത്തെയും വിദേശികൾക്കിടയിലെ ആദ്യത്തെയും മരണം ഏപ്രിൽ 10-ന് മസ്കറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഏപ്രിൽ 12-ന് 37 വയസ്സുള്ള മറ്റൊരു വിദേശിയും തലസ്ഥാനത്ത് മരണപ്പെട്ടു. രാജ്യത്തെ 4ാമത്തെ മരണമായിരുന്നു ഇത്. വിദേശി മരണനിരക്കിൽ 256 പേരും 40-നും 49-നും ഇടയിൽ പ്രായമുള്ളവരാണ്. 50-നും 69-നും ഇടയിൽ പ്രായമുള്ളവരാണ് രണ്ടാമത്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരിൽ 726 പേർ പുരുഷന്മാരും 264 സ്ത്രീകളുമാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. മസ്കറ്റ് ഗവൺമെന്റിൽ മാത്രം 335 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 226 പേർ മരണപ്പെട്ട വടക്കൻ ബാത്തിനെയാണ് രണ്ടാമത്. തെക്കൻ ബാത്തിന 133, തെക്കൻ ഷെർക്കിയ 75, ദോഫാർ 75, ദാഹിലിയ 73, വടക്കൻ ഷെർക്കിയ 32, ദാഹിറ 23, ബുറൈമി 18, അൽവുസ്ത 9, മുസൻഡം 1 എന്നിങ്ങനെയാണ് മറ്റ് ഗവൺറേറ്റുകളിലെ കോവിഡ് മരണനിരക്ക്. ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിലായത്ത് സീബാണ്. 130 മരണം. മത്രയാണ് രണ്ടാമത്, 73. സൊഹാറിൽ 69, ബോഷറിൽ 62, സഹമിൽ 55, ബർക്കയിൽ 52 എന്നീ വിലായത്തുകളാണ് കൂടുതൽ കോവിഡ് മരണങ്ങൾ സ്ഥിരീകരിച്ച മറ്റ് പ്രദേശങ്ങൾ. ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും ബ്ലഡ് ബാങ്കിൽ നിന്നുമുള്ള അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബും ഓഗസ്റ്റ് 22-ന് രക്തശേഖരണ ഡ്രൈവ് ആരംഭിക്കുകയുണ്ടായി. സെപ്റ്റംബർ 17-ന് നടന്ന രണ്ടാം ഘട്ടത്തിലും അന്നുമായി 200-ലേറെ പേർ ഇതിനോടകം രക്തം ദാനം ചെയ്തു കഴിഞ്ഞു. ചുരുങ്ങിയത് 500 യൂണിറ്റ് രക്തമെങ്കിലും ഇതിന്റെ ഭാഗമായി ദാനം ചെയ്യാനാണ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബും ഇന്ത്യൻ എംബസിയും ഉദ്ദേശിക്കുന്നത്. ക്യാമ്പയിന്റെ 3ാം ഘട്ടം ഒക്ടോബർ 9-ന്, അതായത് നാളെ വെള്ളിയാഴ്ച 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സീബിലെ അൽസലാം സ്കൂളിൽ നടക്കുകയാണ്. 4ാം ഘട്ടം ഒക്ടോബർ 10-ന് ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഡാർസെറ്റിലുള്ള ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ ക്ലബ് ഹാളിലും നടക്കും. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലേതെന്നതുപോലെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടും കർശനമായും കോവിഡ് പ്രോട്ടോകോൾ പിന്തുടർന്നുകൊണ്ടുമായിരിക്കും അടുത്ത ക്യാമ്പുകളും നടക്കുക. കോവിഡ് കാലത്തെ നമുക്ക് ചെയ്യാവുന്ന മഹത്തരമായ ഈ സംരംഭത്തെ പിന്തുണയ്ക്കാനും സ്വയം രക്തം ദാനം ചെയ്യുന്നതിനോടൊപ്പം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും അഭ്യർത്ഥിക്കുന്നതായി ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ക്ലബിന്റെ സാമൂഹിക ക്ഷേമ വിഭാഗം സെക്രട്ടറി PM ജാബർ 99335751 എന്ന നമ്പറിലോ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി KM ഷക്കീലിനെയോ 91455515 എന്ന നമ്പറിലും ബന്ധപ്പെടാൻ അഭ്യർത്ഥിക്കുന്നു. വിൽപ്പനയ്ക്കുള്ള വാഹനങ്ങൾ പൊതുയിടങ്ങളിൽ പാർക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധം. ഫോർ സെയിൽ സ്റ്റിക്കർ പതിച്ച നഗരത്തിലും പരിസരങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന രീതി വർദ്ധിച്ചു വരികയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട നിരവധി പേർ സ്വന്തം വാഹനങ്ങൾ വിൽക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. ട്രാഫിക് നിയമം ലംഘിക്കുന്നവരിൽ നിന്നും പിഴ ഈടാക്കും. രാജ്യത്ത് 2ഇടങ്ങളിൽ തീപിടുത്തം. സൊഹാറിൽ ഭക്ഷണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ലാതെ തീയണച്ചതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു. ദോഫാർ ഗവൺറേറ്റിൽ സലാല വിലായത്തിൽ വീട്ടിലുണ്ടായ തീപിടുത്തവും സുരക്ഷിതമായി അണയ്ക്കാൻ സാധിച്ചു. ഭക്ഷണശാലകളും റെസ്റ്റോറന്റുകളും ജീവനക്കാർക്കുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനോടൊപ്പം തീപിടുത്തത്തിൽ നിന്നും സംരക്ഷണം ഉറപ്പുവരുന്നതിനുള്ള സംവിധാനവും ഉൾപ്പെടുത്തണം. ഒമാനിൽ പ്രമേഹ ബാധിതരുടെ എണ്ണം ഉയരുന്നതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 15% പ്രമേഹ ബാധിതരാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പറയുന്നു. ജനസംഖ്യയുടെ 2 പേർക്കും ഉയർന്ന രക്തസമ്മർദ്ദവുമുണ്ട്. ജനസംഖ്യയുടെ 30% പൊണ്ണത്തടിയന്മാരും 35% അമിത ഭാരമുള്ളവരുമാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പറയുന്നു. തെക്കൻ ഷെർക്കിയ ഗവൺറേറ്റിൽ കോവിഡ് ചികിത്സയ്ക്കായി ഐസൊലേഷൻ വാർഡ് പ്രവർത്തനം ആരംഭിച്ചു. സൂർ ആശുപത്രിയിൽ 12 മുറികളുള്ള വാർഡാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ബാലവേല നിയന്ത്രണത്തിൽ ഒമാൻ സ്വീകരിക്കുന്ന നടപടികൾ അഭിനന്ദിച്ചുകൊണ്ട് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്. ബാലവേല ഉൾപ്പെടെ മാനുഷിക വിരുദ്ധമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഒമാൻ രൂപപ്പെടുത്തിയ കർശന നിയമങ്ങളും നടപടികളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്.
ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണ് മലയാളി മരണപ്പെട്ടു. മൂർക്കനാട് സ്വദേശി മുഹമ്മദാണ് ബുധനാഴ്ച രാവിലെ മരണപ്പെട്ടത്. ബുറൈമയിൽ സ്വന്തമായി പച്ചക്കറി കട നടത്തുന്നയാളായിരുന്നു മുഹമ്മദ്. ഇന്നലെ രാവിലെ കട തുറന്ന് ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ എടുത്ത് നൽകുമ്പോഴാണ് കുഴഞ്ഞു വീണത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ബുറൈമി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് മുഹമ്മദിന്റെ കുടുംബം. ക്യാമറ കണ്ണുകളിലൂടെ താൻ തൊട്ടറിഞ്ഞ നക്ഷത്രങ്ങളുടെ ദൃശ്യഭംഗിയുടെ നേർക്കാഴ്ച പങ്കുവയ്ക്കുകയാണ് അജയൻ പൊയ്യാറ. ഒക്ടോബർ 9 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സൂം മീറ്റിംഗിലൂടെയാണ് മസ്കറ്റ് സയൻസ് ഫെസ്റ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗം താരാബദ്ധം ചേതോഹരം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി എല്ലാവരെയും ക്ഷണിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് നിഷാന്ത് PP 92127185 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോട്ടോഗ്രാഫിയിലും ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിലും വളരെയധികം പരീക്ഷണങ്ങൾ നടത്തുന്ന വ്യക്തിത്വമാണ് അജയൻ പൊയ്യാറ. നിരവധി അവാർഡുകളും ഇതിനോടകം തന്നെ അദ്ദേഹം നേടിയിട്ടുണ്ട്. വടക്കൻ ഷിർകിയ ഗവൺറേറ്റിൽ പോലീസ് വേഷത്തിൽ ആൾമാറാട്ടം നടത്തി മോഷണം നടത്തിയവരെ അറസ്റ്റ് ചെയ്തു. പ്രവാസികളുടെ താമസ സ്ഥലത്തിലെത്തിയാണ് പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥരെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മോഷണം നടത്തിയത്. ഒമാനിൽ 817 പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. 54 പേർ കൂടി രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 11,136 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി കഴിയുന്നത്. രാജ്യത്താകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,34,065. 91,329 പേരാണ് ഇതിനോടകം രോഗമുക്തി നേടിയത്. ആകെ രോഗികളിൽ 88.2% ഇത്. അതേസമയം 57 രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതോടെ രാജ്യത്ത് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 554. ഇതിൽ 211 രോഗികൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ആരോഗ്യമേഖലയിലെ സ്വദേശിവൽക്കരണ നിരക്ക് ഉയരുന്നു. കഴിഞ്ഞ വർഷം അവസാനത്തെ കണക്ക് പ്രകാരം സർക്കാർ മേഖലയിൽ 72%, സ്വകാര്യ മേഖലയിൽ 10%മാണ് സ്വദേശിവൽക്കരണ നിരക്ക്. മൊത്തം ആരോഗ്യ ജീവനക്കാരുടെ 68% സർക്കാർ മേഖലയിലാണ്. മൊത്തം ഡോക്ടർമാരുടെ 27%, ഡെന്റിസ്റ്റുകളുടെ 75%, ഫാർമസിസ്റ്റുകളുടെ 68% സ്വകാര്യ മേഖലയിലാണെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ട് പറയുന്നു. സർക്കാർ മേഖലയിലെ 72% സ്വദേശി ജീവനക്കാരിൽ 97% ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്. ഡോക്ടർ, ഡെന്റിസ്റ്റ്, ഫാർമസിസ്റ്റ് തസ്തികകളുടെ സ്വദേശിവൽക്കരണം 2018 57% കഴിഞ്ഞ വർഷം 59% ഉയർന്നു. ജനസംഖ്യാനുപാതികമായുള്ള ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിലും വർധനവ് ദൃശ്യമാണ്. 1990 ജനസംഖ്യയുടെ 10,000 പേർക്ക് 9 ഡോക്ടർമാരും 26 നഴ്സുമാരും ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം 21 ഡോക്ടർമാരും 44 നഴ്സുമാരും എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ വാഹനങ്ങൾ നീക്കം ചെയ്യുന്നത് തുടർന്നുകൊണ്ട് മസ്കറ്റ് നഗരസഭ. ഗാല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നാണ് നിരവധി വാഹനങ്ങൾ നഗരസഭ എടുത്തു മാറ്റിയത്. അതേസമയം പൊതുസ്ഥലങ്ങളിൽ വാഹനങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ഇത്തരം വാഹനങ്ങളുടെ ഉടമകൾക്ക് വൻ പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഭാഗികമായി പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും ആഗോളതലത്തിൽ വിമാന കമ്പനികളുടെ നഷ്ടം ഓരോ മിനിറ്റിലും ശരാശരി $3 ലക്ഷം ആണെന്ന് അയാട്ട വെളിപ്പെടുത്തി. 2020 രണ്ടാം പകുതിയിലെ വിമാന കമ്പനികളുടെ മൊത്തം നഷ്ടം $77 മില്യൺ ആയിരുന്നുവെന്നാണ് അയാട്ട അറിയിച്ചത്. ഓരോ മാസവും $1,300 കോടി, ഓരോ മിനിറ്റിലും $3 ലക്ഷം നഷ്ടമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയ്ക്കും ഒമാനുമിടയിൽ എയർ ബബിൾ കരാർ പ്രകാരമുള്ള സർവീസുകൾ ഇന്ന് ആരംഭിക്കും. മസ്കറ്റിൽ നിന്നും കൊച്ചിയിലേക്കും ഒമാൻ എയർ ഇന്ന് സർവീസ് നടത്തും. 24 വരെയുള്ള സർവീസുകളാണ് ഒമാൻ എയർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മസ്കറ്റിൽ നിന്നും കൊച്ചി, ഡൽഹി, മുംബൈ സെക്ടറുകളിൽ ആഴ്ചയിൽ 2 സർവീസുകൾ വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മസ്കറ്റിൽ നിന്നും കൊച്ചിയിലേക്ക് ഞായർ, വ്യാഴം ദിവസങ്ങളിലാണ് സർവീസുകൾ. തിരിച്ചും ഇതേ ദിവസം തന്നെയാണ് സർവീസ്. 2 കേരള സെക്ടറുകൾ ഉൾപ്പെടെ 6 സെക്ടറുകളിലേക്കാണ് സലാം എയർ സർവീസുകൾ ആരംഭിക്കുന്നത്. നവംബർ അവസാനം വരെ സർവീസ് തുടരും. ഓരോ സെക്ടറുകളിലേക്കും ആഴ്ചയിൽ 2 സർവീസുകൾ വീതമുണ്ടാകും. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കമ്മിറ്റി കൃത്യസമയത്ത് അനുയോജ്യമായ തീരുമാനമെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സൈദി പറഞ്ഞു. സൂർ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്കൂൾ വിദ്യാഭ്യാസം ഓൺലൈനായി മാറിയ ശേഷം ഇനിയും അതിനുള്ള സൗകര്യങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് OICC ഒമാൻ ഇബ്ര കേരളത്തിൽ വിവിധ ജില്ലകൾക്കായി ടെലിവിഷനുകൾ നൽകി. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC ജനറൽ സെക്രട്ടറി ഡോക്ടർ GV ഹരി, DCC സെക്രട്ടറി MR ബൈജു എന്നിവർ ചേർന്ന് ടെലിവിഷനുകൾ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തല തൃപ്പെരുന്തുറ പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PB സൂരജും കാസർഗോഡ് പിരിയയിൽ OICC നേതാവ് OK ഷമീമും ടെലിവിഷനുകൾ വിതരണം ചെയ്തു. OICC ഒമാൻ ഇബ്ര പ്രസിഡന്റ് തോമസ് ചെറിയാൻ, OICC നേതാവ് OK ഷമീം, സഹപ്രവർത്തകരായ ഷിബു ജോൺ, അനിൽ മാർട്ടിൻ എന്നിവർ ചേർന്ന് ധനസഹായം നൽകി.
മസ്കറ്റ് KMCC തൃശൂർ ജില്ലാ കമ്മിറ്റി ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്ന ബെയ്ത്ത് റഹ്മയുടെ താക്കോൽദാനവും മസ്കറ്റ് KMCC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ KM സീതി സാഹിബ് പുരസ്കാരം 2020 വിതരണവും ഒക്ടോബർ 11 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ ചേറ്റുവയിൽ വെച്ച് നിർവഹിക്കും. ജില്ലാ KMCCയുടെ പുതിയ കമ്മിറ്റി നിലവിൽ വന്ന പ്രഥമ വാർഷിക ദിനമായ ഒക്ടോബർ 11 ബെയ്ത്ത് റഹ്മയുടെ അവകാശികൾക്ക് ഇതിലേക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ, ഫർണിച്ചർ, ഗൃഹോപകരണങ്ങൾ, വൈദ്യുതി കണക്ഷൻ, കുട്ടികൾക്കുള്ള പഠനോപാധികൾ മുതലായവ കൈമാറുന്നതാവും. 56 വർഷം പിന്നിടുന്ന മണപ്പുറത്തിന്റെ ഗ്രാമീണ പത്രപ്രവർത്തകനായ വി അബ്ദുവിനാണ് സീതി സാഹിബ് പുരസ്കാരം 2020 നൽകി ആദരിക്കുന്നത്. തൃശൂർ ജില്ലാ KMCC നേതാക്കളായ നാസർ കൊടുങ്ങല്ലൂർ, ഷാക്കിർ പുത്തഞ്ചിറ, സിദ്ദിഖ് കുഴിങ്ങര, അക്ബർ ഷാ ചാവക്കാട് എന്നീ നേതാക്കൾ വാർത്താക്കുറിപ്പിലാണ് ഈ വാർത്ത അറിയിച്ചത്. ഇന്ത്യയും ഒമാനും തമ്മിലെ എയർ ബബിൾ ധാരണ പ്രകാരം ബജറ്റ് വിമാന കമ്പനിയായ ഇൻഡിഗോ മസ്കറ്റിൽ നിന്നും തിരിച്ചും സർവീസ് നടത്തും. കൊച്ചിക്ക് പുറമെ ഡൽഹി, ചെന്നൈ, ലക്നൌ, മുംബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ. കൊച്ചിയിലേക്ക് ഒക്ടോബർ 11 സർവീസ് ആരംഭിക്കുക. ഞായർ, ബുധൻ ദിവസങ്ങളിലായിരിക്കും വിമാനങ്ങൾ. ഒക്ടോബർ 24 വരെ 2 പ്രതിവാര സർവീസുകൾക്കാണ് അനുമതിയുള്ളത്. മസ്കറ്റിൽ നിന്നും കൊച്ചിയിലേക്ക് 80 റിയാൽ മുതലാണ് ഇൻഡിഗോയുടെ നിരക്ക്. കേരളത്തിൽ ആദ്യമായി കോവിഡ് പ്രതിദിന കണക്ക് 10,000 കടന്നു. ബുധനാഴ്ച 10,606 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 55 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 164 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 9,542 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 741 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 98 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. കൊടും പട്ടിണിയിലാകുമെന്ന മുന്നറിയിപ്പുമായി ലോകബാങ്ക്. കോവിഡിന് ശേഷമുള്ള വ്യത്യസ്തമായ സമ്പദ് വ്യവസ്ഥയ്ക്കായി രാജ്യങ്ങൾ തയ്യാറെടുക്കണമെന്നും മൂലധനം, തൊഴിൽ, നൈപുണ്യം, നവീന ആശയങ്ങൾ എന്നിവ ഉപയോഗിച്ച് പുതിയ വ്യവസായങ്ങളിലേക്കും മേഖലകളിലേക്കും നീങ്ങണമെന്നുമാണ് മുന്നറിയിപ്പ്. സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ ടൊവിനോ തോമസിന് പരിക്ക്. കള എന്ന ചിത്രത്തിലെ സംഘടന രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയാണ് വയറ്റിൽ പരിക്കേറ്റത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച താരം തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ്. ചെറിയ തോതിൽ രക്തസ്രാവം കണ്ടെത്തിയതായും പരിക്ക് ഗുരുതരമല്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഗൾഫിൽ നിന്നെത്തിയ 4 യാത്രക്കാരിൽ നിന്നായി 6 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തു. ഷാർജയിൽ നിന്ന് വന്ന യുവതിയടക്കം 2 പേരിൽ നിന്ന് കസ്റ്റംസ് പ്രിവൻസ് വിഭാഗം 2.3 കിലോയും ദുബായിൽ നിന്നെത്തിയ 2 പേരിൽ നിന്ന് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് 3.7 കിലോയുമാണ് പിടികൂടിയത്. ആരാധനാലയങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ പരമാവധി 40 പേരെ വരെ അനുവദിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം തീരുമാനിച്ചു. Today's exchange rate is brought to you by Purushottam Khanji Exchange. ഒരു ഒമാനി റിയാലിന് 190.10 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Today's exchange rate is brought to you by Purushottam Khanji Exchange. Weather reports. മസ്കറ്റ് ഗവൺറേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാന്റെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വോയിസ് ഓഫ് ഒമാന്റെ സായാഹ്ന വാർത്താ ബുള്ളറ്റിനിൽ. വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വോയിസ് ഓഫ് ഒമാന്റെ ഫേസ്ബുക്ക് പേജ് പിന്തുടരുക. കൂടുതൽ വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനുമായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക 95090690. എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് Brought to you by Purushottam Kanji Exchange. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Purushottam Kanji Exchange.